ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് പരിശീലനമാണ് കേട്ടോ. സീമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ഡ്രൈവിങ് പുള്ളിക്കാരിക്ക് കുറേ സമയമായിട്ട്, അതായത് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ആൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വീട്ടുകാരുടെ സമ്മതമില്ല, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാരും, അതായത് ഹസ്ബൻഡും കാര്യങ്ങളും അവരെല്ലാവരും ഒന്ന് സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ സീമ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പഴയ വീഡിയോസും കാണുക. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കിടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം സീമയെ കുറിച്ച് പറയാം. ഏകദേശം 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു സാധു സ്ത്രീയായിരുന്നു സീമ. കല്യാണത്തിന് മുമ്പുള്ള ഒരു സീമയുടെ കുറച്ച് ആഗ്രഹങ്ങളായിരുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു കാശുകാരനെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ സീമയ്ക്ക് ആ ഒരു കാര്യം ഒരിക്കലും സാധിച്ചിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. സീമയുടെ കുടുംബം ഒരു ഇടത്തര കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സീമ വളർന്നു വന്നത് കേട്ടോ. അങ്ങനെ കോളേജ് പഠനവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും സീമയുടെ പാതി പഠിക്കായിരുന്നു. അതായത് കോളേജ് പഠനങ്ങളൊന്നും നടന്നില്ല. ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് തന്നെ സീമയുടെ പഠനം അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. ആ സമയത്ത് തൊട്ടുള്ള ഒരു സ്വപ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു അത്യാവശ്യം നല്ല കാശുകാരനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം, പിന്നെ അത്യാവശ്യം നല്ല സെറ്റിലായിട്ട് താമസിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സീമ ചെന്നെത്തിയത് ഒരു ഇടത്തരം കുടുംബത്തിലേക്ക് തന്നെയായിരുന്നു. അവിടെ സീമയുടെ ഭർത്താവിന് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾക്കൊടുവിലാണ് സീമ വീട്ടുകാരുടെ സമ്മതമൊക്കെ വാങ്ങിച്ചിട്ട് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം സീമയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൊട്ട് അയലത്തെ വീട്ടില് അത്യാവശ്യം നല്ലൊരു കാറുണ്ട്. അതവിടുത്തെ ഷീബ കൊച്ചമ്മ ഇടയ്ക്കിടത്ത് പറപ്പിച്ച് പോകുന്നത് സീമ ഇങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. അവരെ പോലെ എപ്പോഴെങ്കിലും എനിക്കും കാർ ഓടിക്കണം എന്നുള്ള ചിന്തയൊക്കെ സീമയുടെ മനസ്സിലേക്ക് വന്നു. പലപ്പോഴും അണിഞ്ഞൊരുങ്ങി ഷിഫോൺ സാരി കൊടുത്ത് ആ ഒരു നീലക്കാറിൽ പറപ്പിച്ചു പോകുന്ന ഷീബയെ കാണുമ്പോ സീമ ഇങ്ങനെ അസൂയയോടെ നോക്കി നിൽക്കാറുണ്ട്. അതെല്ലാം മനസ്സിലാലോചിച്ച് ഷീബ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്ന സമയത്ത് ആ ഒരു റിസപ്ഷൻ കൗണ്ടറിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഇരുന്നത്. അവൾ ചെന്നതും ഇന്നത്തെ ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളാൻ ആ ഒരു പെൺകുട്ടി പറഞ്ഞു. പിന്നെ സാറ് അത്യാവശ്യം ദേഷ്യക്കാരനാണ്, പിന്നെ ഒന്ന് സോപ്പിട്ട് നിന്നാ മതി എന്നും ആ ഒരു റിസപ്ഷനിലെ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ സീമ ആ ഒരു സാറിനെ നോക്കി നിൽക്കുകയായിരുന്നു. അത്യാവശ്യം പഴയ കാലത്ത് ആശാൻ എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം പൊക്കവും വണ്ണവും ഒക്കെയുള്ള ഒരു മീശ പിരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്നു. അതായിരുന്നു ആ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ്. സീമ മുന്നിൽ നിൽക്കുന്നത് കണ്ടതും അയാളൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറി ചെന്നതും റിസപ്ഷനിൽ പെൺകുട്ടി പറഞ്ഞു, മാഷേ, ഇതാ പുതിയൊരു അഡ്മിഷൻ വന്നിട്ടുണ്ട്, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്, എന്താ വേണ്ടേ, നിർത്തണോ വേണ്ടായോ? മാഷ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് റിസപ്ഷനിലെ പെൺകുട്ടിയെ നോക്കി, ശേഷം പിന്നിൽ നിൽക്കുന്ന സീമയും, എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം തുടങ്ങാം, കുഴപ്പമില്ല. പിന്നെ ഇന്ന് മറ്റു കുട്ടികളൊന്നും വന്നിട്ടില്ല, ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മാഷ് സീമയോട് ചോദിച്ചു. മാഷിന്റെ ഗൗരവമേറിയ സൗണ്ട് കേട്ടപ്പോ സീമ ഒരു ചമ്മലോട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് എപ്പോ തൊട്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. സീമയുടെ ആ ഒരു മധുരം നിറഞ്ഞ സംഭാഷണം കേട്ടപ്പോ റിസപ്ഷനിലെ പെൺകുട്ടിയും മാഷും ഒരുപോലെ ഒന്ന് ചിരിച്ചു. എന്നാ പിന്നെ അഡ്മിഷൻ ഫീസ് അടച്ചിട്ട് വണ്ടിയിലോട്ട് കയറിക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട്. മാഷ് അത് പറഞ്ഞതും മാഷിനെ ഒന്ന് നോക്കി തന്റെ പേഴ്സിലെ പൈസ എടുത്ത് റിസപ്ഷനിലെ പെൺകുട്ടിയുടെ കൈ കൊടുത്തിട്ട് സീമ പുറത്തേക്ക് ഇറങ്ങി. റിസപ്ഷനിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് മാഷ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്റെ പുതിയ സ്റ്റുഡന്റായ സീമ തൊട്ട് ലെഫ്റ്റ് സൈഡിലെ സീറ്റിലിരിക്കുന്നു. അത് കണ്ടതും മാഷ് ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, അവിടെയല്ല ഇരിക്കേണ്ടത്, റൈറ്റ് സൈഡിലെ സീറ്റിലോട്ട് വന്നിരിക്കെ എന്ന് മാഷ് നിർബന്ധത്തോടും പറഞ്ഞു.
മാഷിന്റെ ആ പറച്ചിലിൽ സീമ ഒന്നിറങ്ങി തൊട്ടടുത്ത സീറ്റിലേക്ക് വന്നിരുന്നു. സീമയ്ക്ക് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. താൻ ആദ്യമായിട്ടാണ് ശരിക്കും ഒരു വണ്ടി ഓടിക്കുന്നത്. തന്റെ കൈകൾ ആ ഒരു കാറിന്റെ സ്റ്റിയറിംഗിൽ വെച്ചതും അവൾക്ക് എന്തോ പോലെ തോന്നി. എന്തോ താൻ ഇത്രയും കാലം ആഗ്രഹിച്ചതും ഇതുപോലൊരു വണ്ടി പഠിച്ചെടുക്കാനായിരുന്നു. പിന്നെ ഒരിക്കലും ഒരു വണ്ടിയുടെ റൈറ്റ് സീറ്റിൽ സീമ ഇതുവരെ ഇരുന്നിട്ടില്ല. കാരണം ഏതെങ്കിലും ടൂർ പോവുകയാണെങ്കിലോ ആരുടെയെങ്കിലും കൂടെ കാറ് കയറുകയാണെന്നുണ്ടെങ്കിലോ ഒന്നുകിൽ പിൻ സീറ്റിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സീറ്റിലോ മാറിയിരിക്കുമായിരുന്നു സീമ പതിവ്. ആദ്യമായി സ്റ്റിയറിംഗിൽ കൈതൊട്ടതും സീമ ആകെ കുളിര് കോരിയിരിക്കുകയായിരുന്നു. അങ്ങനെ സീമ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോ തൊട്ട് ലെഫ്റ്റ് സീറ്റിൽ മാഷ് വന്നിരുന്നു. മാഷ് വന്നിരുന്ന സമയത്ത് തന്നെ ആളൊന്നു ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഏമ്പക്കം വിട്ടു. ഇനി വണ്ടി എടുത്തോളൂ, എല്ലാം അറിയാമല്ലോ അല്ലേ? മാഷ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സീമ ഒന്ന് നോക്കി. സീമയുടെ മുഖം കണ്ട സമയത്ത് തന്നെ മാഷിന് കാര്യം മനസ്സിലായി. ആളൊന്ന് പേടിച്ചിട്ടുണ്ട്. അത് കേട്ട സമയത്ത് മാഷ് ചോദിച്ചു, എന്താ സീമ, നല്ല ടെൻഷൻ ഉണ്ടല്ലോ ആൾക്ക് മുഖത്ത്? പെട്ടെന്നൊരു പുഞ്ചിരിയോടെ ഒരു ചിരിച്ചിട്ടുകൊണ്ട് സീമ മറുപടി പറഞ്ഞു, ആദ്യമായിട്ടാണ് മാഷെ ഇതേപോലെ വണ്ടി പഠിക്കാൻ പോകുന്നത്. അത് കേട്ട സമയത്ത് മാഷ് ഒരു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, അതങ്ങനെ തന്നെയാണല്ലോ സീമ, നമ്മളെവിടെ പോയാലും ആദ്യമായിട്ടാണല്ലോ എല്ലായിടത്തും പഠിച്ചെടുക്കാൻ പോകുക. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ആരും പെട്ടെന്ന് അങ്ങനെ വണ്ടിയൊന്നും പഠിച്ചെടുക്കില്ല. ഓരോ ദിവസവും പതുക്കെ ഓടിച്ച് വേണം പഠിച്ചെടുക്കാൻ. അത് കുറച്ച് സമയമെടുക്കും. പിന്നെ എല്ലാത്തിനും ഒരു ക്ഷമ വേണം. എന്ത് കാര്യത്തിനും ഒരു ക്ഷമയുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എന്നെല്ലാം മാഷിങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും സീമയുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരാഗ്രഹം തൊട്ടയൽക്കാരിയായിട്ടുള്ള ഷീബയുടെ ആ ഒരു വണ്ടിയെ ഒന്ന് തോൽപ്പിച്ച് കിടക്കണം. അവൾ പോകുന്ന സമയത്ത് ഒന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറണം. അത്രത്തോളം നന്നായി താൻ ഡ്രൈവിംഗ് പഠിച്ചെടുക്കണം. ഈ ചിന്തകളെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സീമ പതുക്കെ വണ്ടിയെടുത്തു. ആ ഒരു നിമിഷം എന്നത്തെയും പോലെ ഏതൊരാളെയും പോലെ സീമ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അത് കണ്ടു നിന്ന ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ്, സീമ ടെൻഷനൊന്നും ആവണ്ട, ഇതെല്ലാവർക്കും ഉണ്ടാവുന്നൊരു കാര്യമാണ്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് നിന്ന് പോകും, പിന്നെ പതുക്കെ കാല് കൊടുത്തൊക്കെ എടുത്താൽ മതി. ഇങ്ങനെ ടെൻഷൻ ആയാല് ഒന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോ പതുക്കെ എടുക്കാൻ നോക്ക. ഡ്രൈവിംഗ് സ്കൂളിന്റെ മാഷിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ട് സീമ പതുക്കെ വണ്ടി എടുക്കാൻ തുടങ്ങി. പിന്നെയും അവൾ പ്രതീക്ഷിക്കാതെ പോലെ വണ്ടി വീണ്ടും നിന്ന് പോയി. അപ്പം അത് കണ്ട സമയത്ത് സീമ പെട്ടെന്ന് ഒരു വിഷമത്തില് ആ ഒരു ദയനീയാവസ്ഥയിലായി. അപ്പൊ തന്നെ മാഷ് പെട്ടെന്ന് പറഞ്ഞു, സീമ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ക്ഷമ വേണം. പതുക്കെ പതുക്കെ കാല് കൊടുത്തെടുത്താൽ മതി. അപ്പം പതുക്കെ വണ്ടി സ്റ്റാൻഡ് ആയിക്കോളും. അതെല്ലാം കേട്ട് സീമ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ മാറ്റി നിർത്തി ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് പതുക്കെ കാല് കൊടുത്തെടുക്കാൻ തുടങ്ങി. വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങിയ സമയത്ത് തന്നെ സീമയുടെ മനസ്സിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്തോ ഒരു എവറസ്റ്റ് കീഴടക്കിയ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. ആ ഒരു സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ആ ഒരു സന്തോഷത്തിൽ അവൾ മാഷിനെ നോക്കി. ആ സമയത്ത് തന്നെ മാഷ് പറഞ്ഞു, നേരെ നോക്കി വണ്ടി ഓടിക്കുക, നമ്മളെപ്പോ വണ്ടി ഓടിച്ചാലും നേരെ നോക്കി തന്നെ വണ്ടി ഓടിക്കണം, എന്നെ നോക്കണ്ട എന്ന് മാഷ് പറഞ്ഞു. അപ്പൊ തന്നെ പതുക്കെ പതുക്കെ അവൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് തെറ്റുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പരിശീലനം എന്ന പോലെ മാഷ് പതുക്കെ പതുക്കെ സ്റ്റിയറിംഗിൽ ഒന്ന് ബാലൻസ് ചെയ്തു. പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുതെന്ന് സീമയോട് ആദ്യം തന്നെ മാഷ് പറഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു എതിരെ ഒരു വണ്ടി വന്നു. അത് കണ്ട സമയത്ത് തന്നെ സീമ പെട്ടെന്ന് ഭയന്നു. പക്ഷേ മാഷ് ഒരിക്കലും ഭയന്നില്ല. മാഷ് അത് ജസ്റ്റ് രീതിയിൽ നിന്ന് വെട്ടിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീമ ഒന്ന് ദീർഘശ്വാസം എടുത്തു. അയ്യോ, കുഴപ്പമായ മാഷെ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ സീമ ചോദിക്കുന്ന സമയത്ത് മാഷ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സീമ, നീ വണ്ടി എടുക്ക്, കുഴപ്പമില്ല, നമുക്ക് പോകാം. പക്ഷേ അത് പറയുന്ന സമയത്തും സീമയുടെ മനസ്സിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു. അത് തൊട്ടടുത്തിരുന്ന മാഷിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് മാഷ് സീമയെടുത്ത് പറഞ്ഞു, സീമ, നമ്മളിതുവരെ ഫസ്റ്റ് ഗിയറിലാണ് പൊക്കോണ്ടിരുന്നത്.
അപ്പോ ഇനി ഗിയർ മാറ്റി കൊടുക്കണം, സെക്കൻഡിലോട്ടാക്കണം എന്ന് പറഞ്ഞു. അത് പറയുന്ന സമയത്ത് സീമ ഒരു പരിഭ്രാന്തിയോടെ മാഷിനെ നോക്കി. ഏതാണ് സെക്കൻഡ്, ഏതാണ് തേർഡ് എന്നൊന്നും സീമയ്ക്ക് നന്നായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ തന്നെ മാഷ് പറഞ്ഞു, ക്ലച്ചിനകത്ത് ചവിട്ടി പിടിച്ചിട്ട് ഇത് സെക്കൻഡാണ്, അങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഇട്ട സമയത്ത് വണ്ടി ഒന്ന് പെട്ടെന്ന് സ്റ്റഡൻ ബ്രേക്ക് പോലെ നിന്നുപോയി. അങ്ങനെ നിന്ന സമയത്ത് മാഷ് ഒരു നിമിഷം ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, സീമ, ഓരോ ഗിയറും നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഫസ്റ്റ് ഗിയർ ദേ ഇങ്ങനെയാണ് ഇടേണ്ടത്, സെക്കൻഡ് ദേ ഇങ്ങനെയും, തേർഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടാൽ മതി. പിന്നെ ഫോർത്തിലാണ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് പോകുന്നത്. പിന്നെ ഒരു ഗിയറും കൊണ്ടുണ്ട്, അത് ഫിഫ്ത്ത് ആണ് കേട്ടോ. അത് അത്യാവശ്യം റോഡിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാൽ മതി. സാധാരണ ഫസ്റ്റ് ഗിയറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ വണ്ടി പോകത്തുള്ളൂ. പിന്നെ ഫിഫ്ത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നോക്കുന്നത് റിവേഴ്സ് ഗിയർ ആണ്. റിവേഴ്സ് ഗിയർ എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അത് പറഞ്ഞ് സീമയെ നോക്കുമ്പം സീമയൊന്ന് നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു സമയം ഒരു പുൽമേടുകൾക്ക് ഇടയിലുള്ള ആ ഒരു ഏരിയയിൽ തന്നെ വണ്ടി നിർത്തിയിട്ടിരുന്നു. അപ്പൊ തന്നെ സീമ ഓരോ ക്ലച്ചമർത്തി ഓരോ ഗിയേഴ്സ് ഇട്ട് നോക്കി പരിശീലിച്ച് നോക്കി. അതിങ്ങനെ പരിശീലിച്ച് നോക്കുമ്പോഴും സീമയ്ക്ക് അത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം തൊട്ടയലത്തെ വീട്ടുകാരി ഷീബയ്ക്കൊപ്പം എപ്പോഴോ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് സീമയും കൂടെ പോയിരുന്നു. അന്ന് ഷീബയുടെ പരിഷ്കാരവും പിന്നെ കുറച്ച് ഫാഷനും മോഡലും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സീമയെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതായിരുന്നു ഷീബ. അന്ന് തൊട്ട് ആ കാറിൽ കയറിയിരുന്ന സമയത്ത് ഷീബ ഗിയറിട്ട് കളിക്കുന്ന സമയത്ത് സീമ അത് കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു. അന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന സമയത്തും സീമ മനസ്സിലാലോചിച്ചു, ഒരു ദിവസം ഞാനും ഇതിനൊക്കെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഇന്നും സീമയുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. പക്ഷേ ഓരോരോ ചിന്തകൾ സീമയുടെ മനസ്സിലൂടെ കടന്നുപോയ സമയത്ത് അവളുടെ മനസ്സിൽ തോന്നി വണ്ടി ഒന്ന് പറപ്പിച്ചു വിടണം എന്ന്. കാരണം ഷീപ്പ് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. വണ്ടി പലപ്പോഴും പറത്തിയാണ് വിടാറുള്ളത്. എല്ലാം പറഞ്ഞു കൊടുത്ത് സീമ വീണ്ടും വണ്ടി എടുത്തു. വളരെ പതുക്കെ പോയിരുന്ന വണ്ടി പതുക്കെ അത് സ്പീഡിലാവാൻ തുടങ്ങിയപ്പം മാഷ് ചോദിച്ചു, ഇത്രയും സ്പീഡിൽ എന്തിനാ സീമ വിടുന്നത്? നിനക്ക് പോയിട്ട് വല്ല അത്യാവശ്യമുണ്ടോ സീമ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പതുക്കെ സീമയുടെ കാര്യങ്ങളെല്ലാം മാഷ് ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും നല്ല സൗഹൃദത്തിലായി. ആ ഒരു സമയത്ത് സീമ മാഷിനോട് ആ കാര്യം പറഞ്ഞു. മാഷെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ തന്നെ സീമയുടെ ആ ഒരു ചോദ്യത്തിന്, ആ ഒരു സംസാരത്തിന് മാഷ് പെട്ടെന്ന് ചെവി കൊടുത്തു. എന്താണെന്നറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളും മാഷിനുണ്ടായിരുന്നു. അത് മറ്റൊന്നായിരുന്നില്ല, തനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചെടുക്കണം. പിന്നെ തൊട്ടകലത്തെ വീട്ടിലെ ഷീബ, അവളേക്ക് നന്നായിട്ട് കാർ പറപ്പിച്ചോടിക്കാൻ എനിക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു സീമയുടെ മനസ്സിൽ ആ ഒരു നിമിഷം ഉദിച്ചു വന്നത്. മാഷിങ്ങനെ സീമയെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് സീമയോട് പറഞ്ഞു, നിന്റെ എല്ലാം പൊട്ട ചിന്തകളാണല്ലോ സീമേ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ? കാർ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വണ്ടി എപ്പോഴാണെന്നുണ്ടെങ്കിലും ആ വണ്ടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ പറപ്പിച്ച് പോയിട്ടോ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. മാഷ് അത് പറയുന്ന സമയത്ത് സീമ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ഒരു ചമ്മലോടെ മാഷിനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ മാഷത് പറയുമ്പോഴും പൊട്ട ചിന്തകൾ തന്നെയായിരുന്നു സീമ. എപ്പോഴും ഒരു പൊട്ടത്തെയാണ് സീമയുടെ മനസ്സിൽ. അങ്ങനെ വണ്ടി ഒരു ഇടവഴി കൂടെ കടന്നു പോകുന്ന സമയത്ത് സീമയുടെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ചേട്ടാ, ഇതേത് വഴിയാണ് പോകുന്നത് എന്നൊക്കെ. അങ്ങനെ ആ ഒരു ആശങ്ക ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് മാഷ് പെട്ടെന്ന് സീമയെടുത്ത് പറഞ്ഞു, സീമ, നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതുവഴി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാണ്, നമുക്ക് പെട്ടെന്ന് ആ ഒരു ബൈ റൂട്ട് വഴി കയറി പോകാമല്ലോ എന്നൊക്കെ മാഷ് പറഞ്ഞു കൊടുത്തു.
അത് കേട്ട് സീമ പതുക്കെ പതുക്കെ വണ്ടി മൂവ് ചെയ്തു. അപ്പൊ തന്നെ വണ്ടി ഒന്ന് ചരിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ സീമ ഒന്ന് ആശങ്കപ്പെട്ടു. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ പോകുന്നത്? എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോകുമോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് വണ്ടി അല്പം സ്പീഡായിപ്പോയി. അങ്ങനെ മാഷ് സ്റ്റിയറിംഗിൽ കൺട്രോൾ ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. വണ്ടി ഒരു സൈഡിൽ ചെന്ന് ഒന്ന് തട്ടി, പിന്നെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയതുപോലെ അവിടെ തന്നെ നിന്നു. അതും ആ ഒരു ഇടവഴിയിൽ വെച്ച് തന്നെ. ശരിക്കും ആ ഒരു സമയം ആർക്കായാലും ഭയം തോന്നും. കാരണം അവിടെ മനുഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും കാടും പടലും എല്ലാം പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ സീമയുടെ മനസ്സിൽ വല്ലാണ്ട് ടെൻഷൻ അടിച്ചു തുടങ്ങി. ആ ഒരു സമയം വെപ്രാളപ്പെട്ട് നിന്ന സീമയെടുത്ത് മാഷ് ഒന്ന് കൂളായിട്ടിരിക്കാൻ പറഞ്ഞു. ശേഷം മാഷ് സീമയെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് മാഷ് ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു. എത്ര ചവിട്ടിയിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. മാഷും ഒന്ന് ഭയന്ന് തോന്നി. ഇനി ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ മാഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് പറയുന്ന സമയത്ത് സീമയും ഇങ്ങനെ ആലോചിച്ചു, ഇനി താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നൊക്കെ സീമയുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരുന്നു. ആ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, വണ്ടി എന്തൊക്കെയാലും തള്ളേണ്ടി വരും. അത് കേട്ട സമയത്ത് സീമ ഒന്ന് ഭയന്നു. അപ്പോ ആ ഒരു ഭയം കണ്ട സമയത്ത് മാഷ് ഒരു ചിരിയോട് പറഞ്ഞു, നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഒന്ന് ക്ലച്ചിന്ന് കാല് വിട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്രേക്ക് ചവിട്ടി പിടിക്കണം. പിന്നെ ചവിട്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് വിട്ടു കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവും. അതെല്ലാം പറയുന്ന സമയത്ത് സീമ ഒരു കുട്ടി കേൾക്കുന്ന പോലെ എല്ലാം ഒരു അനുസരണയോടെ തന്നെ കേട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മാഷ് പറഞ്ഞതുപോലെ സീമ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം നോക്കിയ സമയത്തും വണ്ടി സ്റ്റാർട്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും മാഷ് ഒന്നുകൂടെ തള്ളാൻ തുടങ്ങി. മാഷ് പിന്നിൽ നിന്ന് തള്ളുന്ന സമയത്ത് സീമ ആ ഒരു വണ്ടി പതുക്കെ മൂവ് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോഴും താൻ ആദ്യമായിട്ടാണല്ലോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എന്നെല്ലാം ഉള്ള ചിന്തയൊക്കെ സീമയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി. സീമ ആ ഒരു ആക്സിലേറ്ററിൽ പെട്ടെന്ന് പിടിച്ച് ചവിട്ടി. അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയി. പിന്നെ നിന്ന സാറ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സീമയെ ബ്രേക്ക് ചവിട്ട്. പക്ഷേ ആ ഒരു പൊട്ടത്തി പെണ്ണായിരുന്ന സീമയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, എവിടെ ചവിട്ടണം എന്നൊന്നും. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് വണ്ടി ചവിട്ടാനും പിടിക്കാനും എല്ലാം നോക്കി. ആക്സിലേറ്റർ പിടിച്ച് ചവിട്ടി വിട്ട സീമ എവിടെയോ കൊണ്ടുവന്ന് വണ്ടി ഒന്നുകൊണ്ടിടിച്ചു. പക്ഷേ അപ്പോഴും വണ്ടി സ്റ്റാർട്ട് മോഷനിൽ തന്നെയായിരുന്നു. വണ്ടി ബ്രേക്ക് ഡൗൺ ആ ഒരു രീതിയിലോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് മാഷ് ഓടി വന്ന് വണ്ടിയിൽ കയറി. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരുന്ന് സീമയ്ക്ക് ഒരു അപ്രീസിയേഷൻ കൊടുത്തു. എന്തായാലും വണ്ടി ഇടിച്ചാലും നീ പിടിച്ചു നിർത്തിയല്ലോ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോയെന്ന്. അപ്പോൾ മാഷിന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ സീമയൊന്ന് ഭയന്നു. എങ്ങാണം എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ സീമ ഒന്ന് ചിന്തിച്ചിരുന്നായിരുന്നു, അയ്യോ എല്ലാം കയ്യിൽ നിന്ന് വിട്ട് പോയല്ലോ എന്ന്. പക്ഷേ എന്തിൽ നിന്നും മാഷ് തന്നെ രക്ഷിച്ചല്ലോ എന്നുള്ള ചിന്തയൊക്കെ സീമയുടെ മനസ്സിലേക്കുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ നെറ്റിയിൽ പറ്റിയിരുന്ന ആ ഒരു വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് മാഷ് സീമയോട് പറഞ്ഞു, നീ പതുക്കെ വണ്ടി എടുക്കാൻ നോക്കാൻ. അങ്ങനെ സീമ പതുക്കെ വണ്ടി എടുക്കാൻ നോക്കി പതുക്കെ ആ വണ്ടി ഓടിച്ച് റോഡിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ മനസ്സിലും ഒരു ആശങ്ക അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. രണ്ടുപേർക്കും ഒരാശ്വാസം ഉണ്ടായിരുന്നു, കൂടെ സീമയ്ക്കും. അങ്ങനെ റോഡിലെത്തിയ ശേഷം പിന്നീട് വണ്ടി ഓടിച്ചത് മാഷായിരുന്നു. മാഷ് പതുക്കെ വണ്ടി ഓടിച്ച് ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിന് മുന്നിലെത്തി. അവിടെ കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷ് വരുന്നത് കണ്ടിട്ട് കൂടെ ഒരു സ്റ്റുഡൻറ്റിനെയും കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നി. അത് സീമയായിരുന്നു. കാരണം ചെറിയ പിള്ളേരാണുള്ളത്. അപ്പം അവർക്ക് വലിയൊരു ചേച്ചിയെ കിട്ടിയല്ലോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആ കുട്ടികളെ കണ്ട സമയത്ത് മാഷൊന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് സീമയെ ഓൾറെഡി മാഷിനറിയായിരുന്നു, ആളൊരു പൊട്ടത്തിയാണ്, പിന്നെ പൊട്ട ചിന്താഗതികളുള്ള പെൺകുട്ടി. അവളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കണം എന്നുള്ളത് മാഷിനും ചിന്തയുണ്ടായിരുന്നു.
അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുമായിട്ട് സീമ വീട്ടിലേക്ക് പോയി. അവളെ അവിടെ കാത്തുനിന്ന് എല്ലാവരും മുഷിയുന്നുണ്ടായിരുന്നു. കാരണം ഒരു വീട്ടമ്മയാണല്ലോ സീമ. അവൾക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രം എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ജോലിക്കാരിയും കൂടെ ആയിരുന്നു സീമ. പല പല വീട്ടമ്മമാർക്കും ഇങ്ങനെയൊരു ഗതിയുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കിനി വീണ്ടും കാണാട്ടോ. അപ്പം ഇനിയൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ബോറടിക്കാതിരുന്ന് കേൾക്കാൻ എൻ്റെ കഥ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി കാണാം. ബൈ ബൈ.